സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരതകർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 8 ശ്ലോകത്തിൽ തപസ്സികളായിട്ടുള്ള നരനാരായണരെ പരീക്ഷിക്കാൻ ഇന്ദ്രൻ അപ്സരസ്സുകളെ അയച്ചതും അവർ ദയനീയമായി തോറ്റ് ഉർവശിയെ സ്വീകരിച്ച് മടങ്ങിപ്പോയതും നമ്മൾ കണ്ടു. നരനാരായണ ചരിതം ഇതോടുകൂടി ഉപസംഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി 2 ശ്ലോകം ആ ദശകത്തിലുണ്ട്. 8, 9, 10. 8 പറഞ്ഞത്. അതിൽ ദക്ഷയാഗം കഥ മൂർത്തിയിൽ നരനാരായണനായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞു. ബാക്കി 15 പുത്രിമാരിൽ ആർക്കും സന്തതി ഉണ്ടായില്ല. അല്ല, അവർക്കൊക്കെ സന്തതി ഉണ്ടായി എന്നാണ്. 15 പുത്രിമാർക്കും സന്തതികളുണ്ടായി, സതിക്ക് മാത്രം സന്താനം ഉണ്ടായില്ല എന്നാണ്. 15 പുത്രിമാർക്കും സന്തതി ഉണ്ടായി, മൂർത്തിക്ക് ഉണ്ടായപ്പോൾ നരനാരായണ അവതാരം എന്നൊക്കെ പറഞ്ഞു. എല്ലാ ദക്ഷൻ്റെ 15 പുത്രിമാർക്കും സന്തതി ഉണ്ടായി, സതിക്ക് മാത്രം സന്താന ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവത്തിൽ. അപ്പോൾ ചോദിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന വിതുരൻ, അതെന്തായി 15 പുത്രിമാർ? അതൊക്കെ പാരമ്പര്യത്തിനനുസരിച്ചല്ലേ പതിവ്. ഇവർക്കൊക്കെ പുത്രഭാഗ്യം ഉണ്ടായിട്ട് എന്തേ സതി പരമേശ്വരൻ്റെ പത്നിയാവുക? അതും ഭർത്താവ് ശരിയില്ലാഞ്ഞിട്ടാണോ? യോഗ്യനാണ്. കസ്തം ചരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം, ആരോടും വൈരമില്ലാത്ത ശാന്തവിഗ്രഹ സ്വരൂപത്തോടു കൂടിയിട്ടുള്ള ആ പരമേശ്വരനെ പത്നിയായിട്ട് ലഭിച്ചിട്ട് എന്തേ പുത്രൻ ഇല്ലാണ്ടിരിക്കാൻ കാരണം? അതിൻ്റെ കാരണം പറഞ്ഞു കൊടുക്കൂ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ദക്ഷനും ശിവനും തമ്മിൽ കുറച്ച് ശത്രുത ഉണ്ടായി. അതിനെ പറയുകയാണ്, ചുരുക്കിയിട്ട് ഇവിടെ പറയുന്നുള്ളൂ. 9 ശ്ലോകം. ദക്ഷത്തു ധാതു അതിലാളണയാ രജോന്ധോ ജ്ഞാത്യാദ്വൈ ചകഷ്ടമശാന്തിരാസീത് ഏനം ദരുന്ദത ഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരപിശുനേ സസുതാം വ്യമാനീത്. എന്താണ് ഇവിടെ പറയാനുള്ള കാരണം? ദക്ഷനാകട്ടെ, ദക്ഷൻ്റെ കാര്യം പറയാണ്. 16 പുത്രിമാരുണ്ടായി, 15 പുത്രിമാർക്കും വീണ്ടും സന്തതികളുണ്ടായി. സതിക്കുണ്ടാവാത്തത് പരമേശ്വരന് വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ്. അതിൽ ഏശ്വര അഹങ്കാരം ദക്ഷനുണ്ടായിരുന്നു. അതാണ് അതിരാളനയ. ദക്ഷത്തു ധാതുരതിലാളനയ. ധാതു നമ്മൾ പറയണ ധാതു അല്ല കേട്ടോ, അവിടെ ബ്രഹ്മാവാണ്. ധാതാവ് അതിൻ്റെ വേറെ രൂപത്തിൽ വരുന്നതാണ് ഈ ധാതുരതിലാളനയ. ധാതു എന്ന് പറഞ്ഞാൽ അവിടെ ധാതാവിൻ്റെ എന്നാണ്. ധാതു പദാർത്ഥങ്ങളോ മിനറൽസോ അല്ല. ധാതു പറഞ്ഞാൽ ധാതാവ് ബ്രഹ്മാവ്, അച്ഛനായിരിക്കുന്ന ബ്രഹ്മാവ്. ദക്ഷൻ്റെ അച്ഛൻ ബ്രഹ്മാവാണ്. അതിലാളനയാ. എപ്പോഴും പറയും ഈ കുട്ടികളെ വല്ലാതെ ലാളിക്കരുത്. ലാളനേ ബഹുശോ ദോഷ താടനേ ബഹുശോ ഗുണ തസ്മാൽ പുത്രാം ച ശിഷ്യാം ച താടയേത് ന തുലാളയേത്. ഒരു ശാസ്ത്രവാക്യമുണ്ട്. ലാളന കൊണ്ട് അനവധി ദോഷം സംഭവിക്കും, ശാസനം കൊണ്ട് വളരെയേറെ സുഖമുണ്ടാവും, ഗുണമുണ്ടാവും. അതുകൊണ്ട് പുത്രനെയും ശിഷ്യനെയും എപ്പോഴും ശാസിക്കണം, ലാളിക്കരുത് എന്നൊരു വാക്യം അയാളുടെ അഭിപ്രായമാണ്. ഒരുപാട് കഥകൾ നമുക്കിതിനകത്ത് നോക്കിയാൽ കാണാം. പണ്ട് ഈ സുകുമാരൻ എന്ന് പറഞ്ഞിട്ടൊരു കവി കൃഷ്ണവിലാസ കാവ്യം എഴുതിയ ഓതറാണ്. അവനെ നല്ല കുട്ടിയാണ്, അസലായിട്ട് പഠിക്കും, നല്ല 1ാം സ്ഥാനത്ത് നിന്നാലും ഈ ഗുരുനാഥൻ എപ്പോഴും സുകുമാരനെ ചീത്ത പറയും. അവനും സുകുമാരനെ മടുത്തു. ഇത് എത്ര പഠിച്ച് ആ ബാച്ചിലുള്ള കുട്ടികളിൽ വെച്ചിട്ട് ഏറ്റവും മുന്തിയ ആളാണ്. വിനയാദി സൽഗുണങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും പോരാ പോരാ പോരാ
എന്നിങ്ങനെ പറയത്രേ ഗുരുനാഥൻ. ഈ മടുത്തിട്ട് ഈ സുകുമാരൻ എന്ത് ചെയ്തു? ഈ ഗുരുനാഥനെ അങ്ങോട്ട് കൊല്ലുക. ഒരു നിമിഷത്തെ ദേഷ്യത്തിലേ കാണച്ചിലേ കൊല്ലാൻ പറ്റുമോ? അറിയാതെ ഈ ഉറങ്ങണതിൻ്റെ മുകളിൽ വലിയൊരു കല്ലും താങ്ങി പിടിച്ച് ഒന്നും ഗുരു കണ്ടിട്ടില്ല. അങ്ങനെ ഇരുന്നു അത്രേ. ഇപ്പോൾ പത്നി ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ സുകുമാരനെ അങ്ങ് ഇങ്ങനെ ചീത്ത പറയണത്? നല്ല കുട്ടിയല്ലേ അവൻ, നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. പിന്നെ ഈ ഇപ്പോഴും ഇങ്ങനെ ശാസിച്ചും കൊണ്ട് എന്താ ഇങ്ങനെ ചെയ്യണം? അപ്പോൾ ഗുരു പറഞ്ഞു, എനിക്ക് അവനോടുള്ള സ്നേഹം വേറെ ആരോടും ഇല്ല, അത് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഗംഭീരായി എന്ന് ഞാൻ പറഞ്ഞാൽ അവൻ്റെ പുരോഗതി അവിടെ നിലയ്ക്കും. അത് പോരാ, എനിക്ക് അവൻ ഇനിയും ഉയരണം. അതിനു വേണ്ടിയാണ് ഒന്നും കൂടി നേരെയാവാണ്ട് എന്ന് പറയണത് എന്ന് കേട്ടപ്പോൾ സുകുമാരന് വല്ലാത്ത പശ്ചാത്താപമായി. തന്നെ ജീവന് തുല്യം സ്നേഹിക്കണ ഗുരുനാഥനെയാണോ താൻ കൊല്ലാൻ നോക്കിയത്? പിന്നെ കൊന്നൊന്നുമില്ല. പ്രഭാതത്തിൽ ഗുരുനാഥനോട് ചോദിച്ചു, ഗുരുനാഥ, ഒരു ഗുരുവിനെ ശിഷ്യൻ കൊല്ലണം എന്ന് വിചാരിച്ചാൽ എന്താണ് പരിഹാരം? ഗുരുനാഥൻ ഈ പ്രഭാതത്തിൽ എന്തിനാ സുകുമാര അങ്ങനത്തെ വർത്തമാനമൊക്കെ പറയണം? ഇവിടെ ഇപ്പം ആരെയാ കൊല്ലാൻ നോക്കിയേ? അതൊന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ. അതൊന്നുമല്ല, എന്നാലും എനിക്കതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. അറിയാൻ വേണ്ടിയിട്ടാണോ? എന്നാൽ പറഞ്ഞുതരാം. തന്നോളം വലുപ്പത്തിലൊരു കുഴി കുഴിക്കുക. ആ കുഴിയിൽ ഉമി ഇട്ട് നീറി തീ കൊടുത്ത് ആ തീയിൽ നീറിയിട്ട് മരിക്കുക. അതേ പരിഹാരമുള്ളൂ എന്നാണ്. സുകുമാരൻ അതുകൊണ്ട് ചെയ്തു. കാരണം താൻ ഗുരുവിനെ കൊല്ലാനല്ലേ നോക്കി. ഗുരുഹത്യ ഇത്രയും വലിയൊരു പാപം ഈ ലോകത്തിൽ വേറെയുണ്ടോ? അപ്പോൾ എഴുതിയതാണ് കൃഷ്ണവിലാസം എന്നാണ്. അതുകൊണ്ടാണ് ഇനി തൻ്റെ ജീവിതത്തിൽ ഒന്നും നല്ലത് ചെയ്യാനില്ല. എത്ര നല്ല ശ്ലോകങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിലാണ് പഞ്ചജന്യമിവ പൂതനാസ്തനം പാണി പല്ലവയുഗേന പീഡയൻ, ഇങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ ഒരുപാട് പൂതനാവധത്തെക്കുറിച്ചും മറ്റു സംഘടനത്തെക്കുറിച്ചിട്ടൊക്കെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താ പറഞ്ഞു കൊണ്ടുവരാൻ കാരണം എന്ന് ചോദിച്ചാൽ, ശാസന കൊണ്ട് ബഹുശോ ഗുണ, പുത്രനീ ശിഷ്യനി ഇങ്ങനെ ശാസിച്ചും കൊണ്ടിരിക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ അവൻ നേരെവാനാണ് എന്ന് ബോധ്യം ഉണ്ടാവണം. അല്ലാണ്ടിരുന്നാൽ വെറുപ്പ് പിടിക്കും. അങ്ങനെ അല്ലെങ്കിൽ വെറുപ്പ് പിടിക്കില്ല എന്നാണ്. കാരണം തൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് പറയണത് എന്ന്. ഇപ്പം ഇവിടെ ദക്ഷൻ ആ വിധാതാവായിരിക്കുന്ന ദക്ഷൻ, ധാതാവായിരിക്കുന്ന ബ്രഹ്മാവ് ദക്ഷൻ പുത്രനായിരിക്കുന്ന ദക്ഷനെ അതിലാളനയാ ലാളിച്ചിട്ട് സ്വഭാവം മോശമായി. രജോ ഗുണം കൊണ്ട് അന്ധത ബാധിക്കുക. രജോ ഗുണം ഒരു നല്ല കാര്യമല്ലായിട്ടാണ് ആത്മീയത്തിൽ പറയുക. അന്ധത ബാധിച്ചിട്ട് എന്ത് ചെയ്തു? ജ്ഞാത്യാദിതത്വൈച കഷ്ടമശാന്തിരാസീർ, ആരാലും ഒരു വിനയമില്ലാണ്ട് ബ്രഹ്മാവിനാൽ പോലും ദൂരെ ത്യജിക്കപ്പെട്ടു. അച്ഛനോടും കാണിച്ചു അഹങ്കാരം. അപ്പം നീ തൽക്കാലം എൻ്റെ അടുത്തേക്ക് വരണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അത്രേ എത്രയും അച്ഛനെ മുഴുവൻ വീക്ഷിക്കാൻ പറ്റും, എന്നാലും തൽക്കാലം നീ പൊക്കോ എന്ന് പറഞ്ഞു. ബ്രഹ്മാവിനാൽ പരിത്യക്തനായി. നീ എവിടേക്കച്ച പൊക്കോ. അഹങ്കാരവും മറ്റും അധികമായപ്പോൾ ബ്രഹ്മാവിനാലും കൂടി ത്യജിക്കപ്പെട്ടു. കഷ്ടം അശാന്തിരാസി, മനസ്സിങ്ങനെ അസ്വസ്ഥമാവുകയും ചെയ്തു. ഒരാളോട് അലോഗ്യമായ നമ്മളെ മനസ്സ് അസ്വസ്ഥമാവുകയുള്ളൂ. വെറുതെ വിചാരിക്കുക അയലില്ലെങ്കിൽ എനിക്ക് ജീവിച്ചിട്ട്, അത് പാടില്ല. നിവൃത്തിയില്ലിടത്തോളം ആരെയും ശത്രുസ്ഥാനത്ത് കാണാതിരിക്കുക അത്രയും നല്ലത്. അപ്പോൾ അതുകൊണ്ട് എന്തായി? ദക്ഷന് സ്വസ്ഥത നഷ്ടപ്പെട്ടു, ശാന്തി നഷ്ടപ്പെട്ടു, അഹങ്കാരം വർദ്ധിച്ചു. തൻ്റെ പുത്രിയായിട്ടുള്ള സതിയെ, ഒടുവിലത്തെ പുത്രിയായിട്ടുള്ള സതിയെ പരമേശ്വരന് വിവാഹം കഴിച്ചു കൊടുത്തു. തൻ്റെ അഹങ്കാരം കൊണ്ട് ആ പരമേശ്വരനോടും ഒരു നിലയ്ക്കും സൗഹൃദം പാലിച്ചില്ല എന്നല്ല, ശത്രുതയായി എന്ന് പറയുകയാണ്. അഹങ്കാരം കൊണ്ടേ ഒരു ബഹുമാനമൊന്നുമില്ല. ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത്? ത്രിലോകനാഥനായിട്ടുള്ള ഭഗവാനാണ്. അത് ബ്രഹ്മാവനെ പറഞ്ഞിട്ടാണോ കൊടുത്തത്? നന്നാവ് വെച്ചാൽ നന്നാവട്ടെ വെച്ചിട്ടാണ് ചെയ്തത്. കാരണം പൊതുവേ ഈ ദക്ഷൻ വിഷ്ണു ഭക്തനാണ്. വിഷ്ണു ഭക്തനാവുകൊണ്ട് ഈ ശിവനോട് അത്രയും താല്പര്യമില്ല. അതാണ്ട് തീരൂലോ. മകളുടെ ഭർത്താവായിട്ട് ശിവൻ വരുമ്പോൾ സതുദ്ദേശത്തിലേ ബ്രഹ്മാവ് ചിന്തിച്ചുള്ളൂ. അത് കൂടുതൽ അബദ്ധമായി. ഈശ്വ മനസ്സല്ലാണ്ട് ഒരു കാര്യം ചെയ്താൽ നേരെയില്ല. അച്ഛൻ പറഞ്ഞില്ലേ ഇനി അലോഗ്യാക്കേണ്ട വയസ്സനേന്ന് വിചാരിച്ചിട്ട് മകളെ പരമേശ്വരന് വിവാഹം കഴിച്ചു കൊടുത്തപ്പോഴോ ശിവൻ്റെ ദോഷങ്ങളിങ്ങനെ കാണാൻ തുടങ്ങി. ഇഷ്ടമല്ലാണ്ട് ചെയ്ത ഇഷ്ടമല്ലാത്ത അല്ലേ
ഡാഷ് തൊട്ടതൊക്കെ കുറ്റം നമ്മൾ മലയാളത്തിൽ പഴഞ്ചൊല്ലുണ്ട്. ശിവനെ കുറ്റം പറയാൻ തുടങ്ങി. അങ്ങനെ ശത്രുത വർദ്ധിച്ചു. അപ്പം എന്തായി, വലിയൊരു യാഗത്തിൽ ശിവനെ പണ്ട് നടത്തിയിരുന്നൊരു യാഗം ഉണ്ടായിരുന്നു. ആ യാഗം അതിലെല്ലാവരും വന്നു ചേർന്നു. ദക്ഷനും വന്നു, ശിവനും വന്നു, എല്ലാവരും വന്നു ചേർന്നു. ദക്ഷൻ അവസാനമാണ് വന്നത്. അപ്പോൾ എല്ലാവരും നീട്ടു. ദക്ഷൻ പ്രജാപതിയാണ്, സ്ഥാനമൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാവരും എഴുന്നേറ്റു. പക്ഷേ ശിവനും ബ്രഹ്മാവും മാത്രം എണീറ്റില്ല. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ദക്ഷൻ്റെ അച്ഛനാണ്. അച്ഛൻ മകനെ കണ്ടാണ് എണീക്കേണ്ട ആവശ്യമില്ലല്ലോ. ശിവനോ മകളുടെ ഭർത്താവുമ്പോൾ മകൻ്റെ സ്ഥാനമാണ്. തന്നെ കണ്ടാണ് എണീക്കേണ്ടേ? സത്യത്തിൽ എണീക്കണോ? നിങ്ങളൊന്ന് പറയൂ. ശിവൻ എന്ന് പറഞ്ഞാൽ ദക്ഷനെ കണ്ടാണ് എണീക്കേണ്ട ആളാണോ? മകളുടെ ഭർത്താവുമ്പോൾ എണീക്കേണ്ടതെന്നാവും. അല്ല, മകളുടെ ഭർത്താവ് എന്നുള്ളതിന് പച്ച മലയാളത്തിൽ നമ്മൾ പറയുക സംബന്ധക്കാരൻ അല്ലേ? ശിവനെ സംബന്ധക്കാരനായിട്ട് ദക്ഷൻ കണ്ടു, അതന്നെ തെറ്റിയത്. വെറും തൻ്റെ മകളുടെ സംബന്ധക്കാരനാണോ ശിവൻ? ആരാ? ഈ ലോകം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് സംഹരിക്കാൻ കഴിവുള്ള സംഹാരാത്മകമായിട്ടുള്ള പരമേശ്വരനെ മകളുടെ ഭർത്താവ് അല്ലെങ്കിൽ സംബന്ധക്കാരൻ പച്ച മലയാളത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ മാത്രം കണ്ടത് തന്നെ ദക്ഷൻ്റെ അനർത്ഥകാരണമായി. കയ്യിലുള്ള വസ്തു എന്താണെന്നറിയാതെ കളിച്ചാൽ അത് തിരിഞ്ഞെടുക്കും, യാതൊരു സംശയമില്ല. എന്നിട്ടോ യജ്ഞേന നിരുന്ധസഭവത്തനുമേവ സർവം യജ്ഞേ. അതുകൊണ്ട് ഇനിമേലിൽ ഒരു യജ്ഞശാലയിലേക്കും ശിവന് പ്രവേശിക്കാൻ പറ്റാതെ പോട്ടേന്ന് ദക്ഷനാണ് ശപിച്ചു. അതേ പ്രസംഗി എൻ്റെ മകളുടെ ഭർത്താവായിട്ട് എന്നെ കണ്ടിട്ടൊന്ന് എണീക്കാൻ പോലും വയ്യ അല്ലേ? ഇനി ഒരു യജ്ഞശാലയിലേക്കും എന്നെ ക്ഷണിക്കില്ല. ഞാനാ പറയണമെന്ന് പറഞ്ഞാൽ ദക്ഷൻ പറഞ്ഞാൽ അതിന് വിലയുണ്ട്. അന്ന് പ്രജാപതിയാണ്. ഇതെല്ലാവരും കേട്ടോടെ അത്ര ലക്ഷം ആൾക്കാർ കൂടിയിട്ടുണ്ട്. സത്രമൊക്കെ വലിയ വിപുലമായിട്ടാണ് പണ്ട് നടത്തുക. ഉപായത്തിൽ 4 ആളെയും വെച്ചിട്ടല്ല. അപ്പം നമ്മൾ ചോറ് കൊടുക്കാൻ മടിച്ചിട്ട് പ്രചാരണം കൂടി കുറയ്ക്കും സപ്താഹത്തിനല്ലേ. ഇയാളറിയണ്ട കേട്ടോ, ചൊക്കെ ഇങ്ങനെ അടുത്തുള്ളവരോട് പറഞ്ഞാൽ മതി. അങ്ങനെയൊന്നും അല്ല, അതൊക്കെ എപ്പോഴും വിപുലമായിട്ട് നടത്തണം. എത്രത്തോളം ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ആൾക്കാരെ പങ്കെടുപ്പിക്കുക വേണ്ടതേ. അപ്പം അതുകൊണ്ട് അത്രയും ആളറിഞ്ഞു ഈ ശിവനെ കൊടുത്തിട്ടുള്ള ശാപം. ആരും യജ്ഞം നടത്തിയില്ല. എന്താ കാരണം? യജ്ഞം നടത്തിയാൽ ശിവനെ ക്ഷണിക്കാൻ പറ്റില്ല, ദക്ഷൻ ശപിച്ചിട്ടുണ്ട്. ശിവനെ ക്ഷണിച്ചാലോ ദക്ഷിണാലോകിയാവും, ക്ഷണിക്കാതിരുന്നാലോ അതാർക്കും തൃപ്തിയില്ല. ശിവനെ അവഗണിച്ചിട്ട് എന്തിനാ നമ്മൾ സൽക്കർമ്മം ചെയ്യണം? എല്ലാറ്റിൻ്റെയും പൂജസ്ഥാനത്തിരുന്ന് അല്ലേ മഹാദേവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ എന്ന് പറഞ്ഞാൽ 2 നമഃശിവായ ചെല്ലണ്ടു. സന്തോഷിച്ചിട്ട് അവരെ അനുഗ്രഹിക്കുന്ന ആളാണ്. ആ പരമേശ്വരനെ ഒഴിവാക്കിയിട്ട് എന്തിനാ ഇനി യാഗം നടത്തണം? നമുക്ക് യാഗം നടത്തണ്ട. ആ ദക്ഷിണാലോകിയില്ല, ശിവനെ ക്ഷണിച്ചില്ല എന്നുള്ള ദുഃഖമില്ലല്ലോ. കുറേ കാലം ഭൂമിയിൽ യജ്ഞം ഉണ്ടായില്ല. അപ്പം ദക്ഷൻ വിചാരിച്ചു യജ്ഞത്തിനൊരു ബലം, തൻ്റെ ശാപത്തിനൊരു ബലം വേണ്ടേ? ദക്ഷനെ അവഗണിക്കണം, യാഗങ്ങൾ നടത്തണം എന്നാണ് ദക്ഷൻ്റെ ഉദ്ദേശം. ആരും യജ്ഞം നടത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. താൻ തന്നെ ഒരു യജ്ഞം നിശ്ചയിച്ചു. ബൃഹസ്പതി സവം നാമ സമാരേപേ ക്രതുത്തമം. ക്രതുക്കളിൽ വെച്ച് ഉത്തമമായിട്ടുള്ള ബൃഹസ്പതി സവം എന്നതായിട്ടുള്ള വലിയ യാഗം നിശ്ചയിച്ച് ലോകത്തിലുള്ള കേമന്മാരെ മുഴുവൻ ക്ഷണിച്ചു. ആരെ ക്ഷണിച്ചില്ല? ശിവനെ മാത്രം ക്ഷണിച്ചില്ല, അവഗണിച്ചു. കൈലാസത്തിൻ്റെ സമീപത്തു കൂടെയും കൂടി ക്ഷണിച്ചു അത്രേ. ഞാൻ മറന്നതൊന്നുമല്ല, തൻ്റെ പ്രസൻസ് ഇവിടെ ആവശ്യമില്ല എന്ന് കരുതി കൂട്ടി ശിവനെ അപമാനിക്കാൻ. യജ്ഞേച്ച വൈരപിശുനെ സസുതാംബ്യമാനി. അങ്ങനെ ഇരിക്കുന്ന യജ്ഞത്തെക്കുറിച്ച് അറിഞ്ഞ് സതീദേവിക്ക് അച്ഛൻ്റെ അവിടെ പോകണം എന്നൊരാഗ്രഹം. ഇത്രയിലും സ്വന്തം പിറന്ന ഗൃഹത്തിനോടൊരു ഇഷ്ടം സ്ത്രീകൾക്ക് അധികം ഉണ്ടാവും. ഭർത്താവിൻ്റെ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും പിറന്ന ഗൃഹത്തിൽ പോവാൻ എൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാം, തലയൊന്നും എടുത്തിട്ടാ പറയുക. ഏട്ടൻ വന്നിട്ടുണ്ടത്ത എനിക്കൊന്ന് പോകണം കേട്ടോ. ഓ ആരപ്പോൾ പോകണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും അതിൻ്റെ ഒരു എടുപ്പുണ്ടല്ലോ. സ്വന്തം വീട്ടിൽ പോവുക അതൊന്ന് ഗെയിമാണ് എന്നാണ്. അവിടേക്ക് പോവാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, ഇതാ പോണത് എവിടേക്കാണ് നോക്കിയിട്ട് മതി കേട്ടോ പോവുക. എന്നെ സരസിൽ വെച്ച്
എന്തൊക്കെ ചീത്തയാന്ന് പറഞ്ഞറിയോ? യജ്ഞത്തിൽ അപമാനിച്ചു എന്ന് പറയുകയാണ്. ശിവനെ അപമാനിച്ചു. എന്തൊക്കെ പറഞ്ഞു? ശ്മശാനത്തിൽ വസിക്കുന്നവൻ, അസ്ഥിമാല ധരിക്കുന്നവൻ, നമ്മളൊക്കെ നല്ല കളഭം കസ്തൂരി അണിയണ സമയത്തോ ഈ വിദ്വാൻ ശവബന്ധതായിട്ടുള്ള ഭസ്മൻ ശരീരത്തിൽ അണിയുന്നവൻ, അയ്യയ്യേ മദ്യവും കഴിച്ച് നടക്കുക, കൂക്കി വിളിച്ച് നടക്കുക, ഇത്തരത്തിലൊരാൾക്കാണല്ലോ ഞാൻ എൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞ് സദസ്സിൽ വെച്ച്, എപ്പോഴും ഒരാളുടെ ദോഷങ്ങൾ സദസ്സിൽ വെച്ച് പറയാൻ പാടില്ല. ഗുണങ്ങൾ അങ്ങനെ വെച്ചാവാം. 4 ആളെ വിളിച്ച് കൂട്ടി ഒരു പതക്കോ ഷോളൊക്കെ പതപ്പിക്കുക വെച്ചാൽ 4 ആളുണ്ടാവാം. ദോഷം പറയുമ്പോൾ സ്വകാര്യമായിട്ട് വിളിച്ചിട്ടേ പറയാവൂ. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ നോക്കിട്ടതാ അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, താൻ പറഞ്ഞതിലൊരു ചെറിയ കുഴപ്പം പറ്റി, ആലോക്യം തോന്നരുതേ എന്ന് പറഞ്ഞ് ആദ്യം ഈ ഭക്താവിൻ്റെ സമ്മതം വാങ്ങിയിട്ട് എത്രയേ ഭക്താവിനെ വിമർശിക്കാവൂ. പറയട്ടെ ഒരു കാര്യം, അതിനൊക്കെ ഉണ്ട്. പഴയ കാലത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നോക്കാണ്ട് പരസ്യമായിട്ട് ലോകനാഥനായിട്ടുള്ള ശിവനെ നിന്ദിച്ചു ശിവൻ. അതിലും വലിയ പാപം എന്താ വേണ്ടത്? തിരിച്ചു കിട്ടും ചെയ്തു. സതീദേവിക്ക് അച്ഛൻ്റെ യജ്ഞത്തിൽ പങ്കെടുക്കാൻ പോകണം എന്നൊരു തോന്നൽ. പരമേശ്വരൻ പറഞ്ഞു, ഞാനില്ല, എന്തായാലും ഞാനില്ല. സതിക്ക് വേണമെങ്കിൽ പോവാം എന്ന് പറഞ്ഞപ്പോൾ എന്താ വേണ്ടതെന്ന് സംശയം വരും. പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാണ്ടിരിക്കായിരുന്നു. പരമേശ്വരൻ പറഞ്ഞിട്ടാണ് ഞാൻ പോവാണ്ടിരുന്നതെന്ന് പറയപ്പോൾ അത് പറഞ്ഞിട്ടുമില്ല, ഇഷ്ടം പോലെ ചെയ്തോളൂ, ഞാൻ എന്തായാലും ഇല്ല. സാധിക്കുന്നുണ്ടോ? തൻ്റെ അച്ഛൻ്റെ അവിടെ യജ്ഞം നടക്കുമ്പോൾ അവിടേക്ക് പോവാതിരിക്കാൻ സാധിക്കണു? അയ്യോ അച്ഛൻ യജ്ഞം എന്നല്ലേക്കുമ്പോൾ പോകണം. പരമേശ്വരൻ എന്ന് വിചാരിക്കുമ്പോഴോ പോകണമെന്നില്ല. എന്തേ പരമേശ്വരനെ കൂടാതെ പോയിട്ടിപ്പോൾ ഒരു കാര്യം? അതിന് സുഖമുണ്ടോ സത്യത്തിൽ? ഇപ്രകാരം ആശയക്കുഴപ്പത്തിലായി എന്ന് പറയുകയാണ്. കുറേ വർണ്ണിക്കും. ഭാഗവത്തിലെ 7 അധ്യായ രക്ഷയാഗം വർണ്ണിക്കണ 7 അതിൽ 1 ആദ്യത്തെ കുറച്ച് പ്രാരംഭമാണ്. ബാക്കി 6 അധ്യായവും 2 മുതൽ 7 വരെ ദക്ഷയാഗ കഥ. 7 അധ്യായത്തിൽ പറഞ്ഞ കാര്യം അവിടെ 2 ശ്ലോകത്തിലാണ് ചുരുക്കിയിരിക്കുന്നത്. 2 ശ്ലോകമുണ്ട്, ഒരു ശ്ലോകം കൂടിയുണ്ട്. അത് എത്രത്തോളം ചുരുക്കിയിട്ടുണ്ട്, പല കാര്യങ്ങളും വിസ്തരിച്ചിട്ടില്ല. എന്തായാലും സതീദേവി രണ്ടും കൽപ്പിച്ചാണ് പുറപ്പെട്ടു. തൻ്റെ അച്ഛൻ്റെ യജ്ഞത്തിൻ്റെ അവിടേക്ക് പോവെന്നേ എന്നാണ് വിചാരിച്ചു. പോയപ്പോഴോ വൈരപിശുനെ സ്വസുതാന്യമാനീൻ ശിവവിരോധം, ശിവനോടുള്ളതായിട്ടുള്ള വിരോധം കാരണം, ശിവൻ്റെ പത്നിയാണല്ലോ ഇപ്പോൾ സതീദേവി, തൻ്റെ മകളെന്ന് മാത്രമല്ല മറ്റൊരു സ്ഥാനമുണ്ട് ഡെസിഗ്നേഷൻ, ശിവപത്നി. ഇപ്പം ഇവിടെ ഏതാ കൂടുതൽ കണ്ടത്? ശിവപത്നി എന്ന ഡെസിഗ്നേഷനാണ് ദക്ഷൻ കണ്ടത്. തൻ്റെ മകള് എന്ന് കണ്ടാൽ മതിയായിരുന്നു, എന്നാ അവമാനിക്കില്ല. പകരം ശിവപത്നി എന്ന സ്ഥാനം കൂടുതൽ മനസ്സിൽ കണ്ടപ്പോൾ അപമാനിച്ചു. ശിവനെയോ അപമാനിക്കാൻ പറ്റിയില്ല, എന്നാൽ ഇവളെ അപമാനിക്കുക. യാതൊരു പരിഗണനയും കൊടുക്കാതെ, കാണ്ട ഭാവം നടിക്കാതെ യജ്ഞപരിപാടികൾ അങ്ങനെ മുന്നോട്ട് നീക്കി. ഇത് സതിക്ക് വല്ലാത്ത വേദനയായി എന്ന് പറയണം. അങ്ങനെ വേദനിച്ചുകൊണ്ട് ആ സതീദേവി തൻ്റെ ശരീരം ആ അഗ്നിയിൽ, തൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാക്കിയ അഗ്നിയിലാണ് വേണ്ടാന്ന് വെച്ചത്. അല്ലാണ്ട് ഹോമകുണ്ടത്തിൽ അഗ്നിയിൽ ചാടിയിട്ടില്ല കേട്ടോ. എവിടേക്കോ അതൊക്കെ വിഡിത്തം പറയേണ്ട ആൾക്കാർ. ഇവിടെ യോഗ അഗ്നിയിൽ തൻ്റെ ശരീരത്തിൽ നിന്ന് മൂലാധാരം, മണിപൂരകം, ആജ്ഞാവിശുദ്ധി മുതലായ ചക്രങ്ങളിൽ കൂടി 6 ചക്രമുണ്ട്, അനാഹതം മുതലായ ചക്രത്തിൽ കൂടിയിട്ട് കയറ്റി അഗ്നി സൃഷ്ടിച്ച് ആ യോഗാഗ്നിയിലാണ് തൻ്റെ ശരീരം ദഹിപ്പിച്ചത്. ഇത് ശിവന് വലിയ ദേഷ്യത്തെ സൃഷ്ടിച്ചു. തുടർന്ന് ശിവൻ്റെ വരവും ആ യജ്ഞശാല മുഴുവനെ തകർത്ത് തരിപ്പണാക്കി ദക്ഷനെ വധിക്കി അടക്കം ചെയ്ത ശിവൻ്റെ ക്രോധമാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അപമാനിക്കപ്പെട്ടതായിട്ടുള്ള സതീദേവി യോഗാഗ്നിയിൽ അഗ്നിസമാധിയായി എന്ന് എത്രത്തോളം പറഞ്ഞു. ഒറ്റ ശ്ലോകമാണ്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുകൊണ്ടാണ്. ദക്ഷത്തു ധാതുരതിലാളനയാ രജോന്തോ, അച്ഛൻ്റെ ലാളനയിൽ കേടുവന്നിട്ട് ദക്ഷൻ നാത്യാതൃതത്വയിച്ച കഷ്ടമശാന്തിരാസീൻ, ആ ബ്രഹ്മാവിനാൽ ഒന്നങ്ങനെ അനാദരിക്കപ്പെട്ട് അകറ്റി നിർത്തപ്പെട്ട് അശാന്തിയെ പ്രാപിച്ചു. അച്ഛനുമായിട്ട് തെറ്റിയ മാതാവുമായിട്ട്, അല്ലേ, മകളുടെ ഭർത്താവുമായിട്ട് എല്ലാവരുമായിട്ടും ഇങ്ങനെ അലോകിയായാൽ അങ്ങനത്തെ ഒരു മനസ്സിന് ശാന്തി ഉണ്ടാവുക. അശാന്തസ്യ കുതസുഖം, അശാന്തിയുടെ സുഖം ഉണ്ടാവുമോ? ഏന ജരുന്തത ഭവത്തനുമേവ സർവം. ആ ശിവനെ വിരോധിച്ചിട്ട്
ഗുരുവായൂരപ്പ അങ്ങയുടെ തന്നെ വേറൊരു രൂപമല്ലേ ശിവൻ, ഒക്കെ വേറെയാണോ? ശിവനും വിഷ്ണു ഒന്നും വേറെയില്ല അല്ലേ? മമ്മിയൂരപ്പനെ തൊഴുകാണ്ട് ഗുരുവായൂരപ്പനെ തൊഴുകയരുത് അത്രേ. അങ്ങനെയുള്ള അങ്ങയുടെ തന്നെ രൂപഭേദമായിട്ടുള്ള മഹാത്മാവായിട്ടുള്ള പരമേശ്വരനെ എന്ത് ചെയ്തു? വിരോധിച്ചു. യജ്ഞേച വൈരപിഷുനെ സസുതാമ്യമാനീൻ, താൻ നിശ്ചയിച്ചതായിട്ടുള്ള ഒരു യജ്ഞത്തിൽ, 2 യജ്ഞത്തിനെ ഇവിടെ പറയുന്നത്. ഒന്ന് മുമ്പത്തെ യജ്ഞത്തിലാണ്, അത് ദക്ഷൻ നിശ്ചയിച്ചതല്ല, വിശ്വതൃക്കുകളുടെ യജ്ഞമാണ്. ഇവിടെയോ രണ്ടാമത് ദക്ഷൻ നിശ്ചയിച്ച യജ്ഞമാണ്. എന്തിന്? അവിടെ നോക്കേണ്ടത് ശിവനെ അപമാനിക്കാൻ. ശിവനെ അപമാനിക്കാനും താഴ്ത്തിക്കെട്ടാനും വേണ്ടിയിട്ടൊരു കാര്യം നടത്തിയാൽ അത് നേരെയോ? ഏത് കാര്യം ചെയ്യുമ്പോൾ ഉദ്ദേശശുദ്ധി ഉണ്ടാവണം ആദ്യം, എന്നിട്ടേ ദ്രവ്യശുദ്ധി, ബാക്കി ശുദ്ധി, കർമ്മശുദ്ധിയൊക്കെ ഉണ്ടാവുക. ആദ്യ ഉദ്ദേശശുദ്ധി ഉണ്ടാവണം. ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഒരാൾക്ക് ദോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മത്സര ബുദ്ധി കൊണ്ട് എങ്ങനെ യജ്ഞം നടത്തിയിട്ടും ആ യജ്ഞം വിജയിക്കില്ല. അതാണ് ഇവിടെ ഉണ്ടായത്. സതീദേവി തൻ്റെ ശരീരത്തെ ആ യോഗാഗ്നിയിൽ, തൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചതായിട്ടുള്ള യോഗാഗ്നിയിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.